ഒരു 90% ഫാമുകളും പൂട്ടാനുള്ള പ്രധാന കാരണം തീറ്റയുടെ അവൈലബിലിറ്റിയാണ്. അതായത് പുൽകൃഷി വളരെ കുറച്ചുണ്ടാകും. അത് എല്ലാവരും വിചാരിക്കും ഞാൻ ഒരു 10 പശുവിനെ വാങ്ങാം, എനിക്ക് പറമ്പിൽ കുറച്ച് പുല്ലുണ്ട്, ഞാനത് വെട്ടിയെടുത്ത് പശുവിന് കൊടുക്കാം. പക്ഷെ 4 ദിവസം വെട്ടുമ്പോൾ പുല്ല് തീരും. കാരണം ഒരു HF പോലുള്ളൊരു പശുവിന് ദിവസം 50 കിലോ 60 കിലോ പുല്ല് കൊടുക്കാൻ പറമ്പിലുള്ള പുല്ലും കൊണ്ട് നടക്കില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അതുപോലുള്ള ആനിമലിന് നമ്മൾ ഏറ്റവും പ്രോട്ടീൻ അധികം ഉള്ള ഫീഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്ഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ കാട്ടുപുല്ല് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പശുക്കളുള്ള ചെറിയ പശുക്കൾ, നാടൻ പശുക്കൾക്കാണ് അവർക്കത് മതി. കാരണം അവർക്ക് അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ അതിന് കൺസ്യൂം ചെയ്യാൻ വേണ്ട എനർജിയും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അഡാപ്റ്റഡ് ആണ് അവർ, നമ്മുടെ നാടൻ പശുക്കളാണ്. പക്ഷെ വയനാടിൻ്റെ ഏറ്റവും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥ HF പശുക്കൾക്ക് യോജിക്കുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഷെഡെല്ലാം ക്ലൈമറ്റ് കൺട്രോൾഡ് ആണ്. ഫോഗർ ഉണ്ട്, തെർമോസ്റ്റാറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ട്. നമുക്കിവിടെ നല്ല വെതറുണ്ട്, നല്ല വെള്ളമുണ്ട്, പിന്നെ നമുക്ക് പുൽകൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ള റിസോഴ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പുല്ലായി കഴിഞ്ഞു, നമുക്ക് പുല്ലുണ്ട്. പുല്ല് ഞങ്ങൾ പുറത്ത് കൊടുക്കുകയാണ്. ആദ്യം 16 ടൺ പുല്ല് ഞങ്ങൾ വിറ്റു, രണ്ടാമതും പുല്ലായി. അപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആനിമൽസിനെ കൊണ്ടുവന്നത്. അതൊരു 3 പോത്തിനാണ് കൊണ്ടുവന്നത്. അതും മുറ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ അതിൽ ഒരെണ്ണം വളർന്നു, 2 എണ്ണം കൊമ്പ് മാത്രമേ വളർന്നുള്ളൂ. പക്ഷേ പിന്നെ നമ്മൾ എന്താ പറയുക, ഹരിയാനയിൽ നിന്നാണ് മുറ പോത്തുകൾ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പ്ലാന്റ് ഉള്ള സ്ഥലത്ത് വലിയൊരു ഷെഡായിരുന്നു. അത്ര തന്നെ വലുപ്പത്തിലൊരു പോത്തിൻ്റെ ആലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരു 20ഓളം പോത്തുകളെ കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത് ഒരു മിക്സഡ് ഫാം കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പല ആൾക്കാരോടും സംസാരിച്ചു. ചിലർ പറഞ്ഞു പോത്താണ് ലാഭം, ചിലർ പറഞ്ഞു ആട് കൃഷിയാണ് ലാഭം. നമ്മൾ ഒരാളൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ അതിൽ 2 സൈഡും ഉണ്ടാവും. ചിലപ്പോൾ അയാൾ പറയുന്ന അയാളുടെ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, പലതും 50-50 ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യും. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു മിക്സഡ് ഫാമാണ്. ആട്, പശു, പോത്ത്. അതിൽ പശു നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചെയ്തത്. കാരണം ഈ 2 ആനിമൽസിനെയും ഹാൻഡിൽ ചെയ്ത് ഏകദേശം ഫാം തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പശുവിനെ കൊണ്ടുവരുന്നത്. പരിചയമായതിനു ശേഷം പശു മതി തീരുമാനിച്ചു. അതെ, അതിനുശേഷം വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത പോത്ത് കൃഷി വമ്പ നഷ്ടമാണ്. കാരണം നമുക്ക് 20ഓളം പോത്തുകൾ ഉണ്ടായിരുന്നു. നമ്മളൊരു പോത്തിന് ഒരു ദിവസം ഒരു 60 മുതൽ 80 കിലോ പുല്ല് കൊടുക്കണം. ഈ 80 കിലോ പുല്ല് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു 200-250 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരും. അപ്പോൾ ആ ഒരു പോത്തിന് ഒരു മാസം നോക്കുമ്പോഴും ഇല്ലെങ്കിൽ ഒരു 1.5 വർഷം നോക്കുമ്പോഴും നമുക്കൊരു 80,000 രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് വന്നു. പക്ഷെ ആ പോത്തിനെ 1.5 വർഷം വളർത്തി വെക്കുമ്പോൾ ആ പൈസ നമുക്ക് കിട്ടിക്കണമെന്നില്ല. നമ്മളല്ലെങ്കിൽ പെരുന്നാൾ പിന്നെ വെച്ചാൽ അതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പുൽകൃഷി ആണെങ്കിലും പുൽകൃഷിൻ്റെ ഇപ്പം നമുക്കൊരു പുല്ലിൻ്റെ ഇല നോക്കിയാൽ അതിന് ഏത് വളമാണ് കുറവുള്ളതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെ കൊണ്ട് പഠിച്ചു. പിന്നെ ആനിമൽസ് ആണെങ്കിൽ ഒരു ആനിമലിന് എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കണം, ഇപ്പം പഠിച്ചു. ഇവിടെ ഇപ്പോൾ ഡോക്ടർ വരുന്നത് ഇൻസെമിനേഷൻ മാത്രമേ വരാറുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പോത്ത് കൃഷി നഷ്ടത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ പശുവിൻ്റെ ഇറച്ചിക്കും പോത്തിൻ്റെ ഇറച്ചിക്കും കിലോ 350. അതൊരു ഫാമിൽ വീണ് ചത്ത പശു ആണെങ്കിലും 70,000 രൂപേൻ്റെ പോത്താണെങ്കിലും ഒരേ വിലയാണ്. അറവുകാർക്ക് പോത്തിനോട് അത്ര ഒരു എന്താ പറയുക, ഈ 70,000 രൂപ പോത്തിനെ മേടിച്ച് അറക്കുക എന്നുള്ളൊരു സാധനം വയബിൾ അല്ല അവർ. അതുകൊണ്ട് അധികം ആൾക്കാരും അത് ചെയ്യില്ല. പിന്നെ നമുക്ക് ഈ പെരുന്നാൾ, മുടി കളച്ചിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ 4 പിന്നെ 6 എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ ബ്രീഡിങ് ഇവിടെ ആ തൊഴുത്തിലുള്ളൊക്കെ ഇവിടെ ഉണ്ടായ പശുക്കുട്ടികളാണ്. ഇവിടെ ഉണ്ടായ ഒരു പശുക്കുട്ടിയെ പോലും ഞങ്ങൾ പുറത്ത് കൊടുത്തിട്ടില്ല. അവർ ഇപ്പോൾ അവരുടെ 2nd ജനറേഷനായി. അവർ വീണ്ടും അടുത്ത കുട്ടികളായി. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സെമൻ സെക്സോട്ടഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് 99% പശുക്കുട്ടികൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാളിറ്റി പശുക്കുട്ടികളാണ്. പശുക്കളെ രാവിലെ വൈകിട്ടും കുളിപ്പിക്കുന്നുണ്ട്. കറവയ്ക്ക് മുന്നേ കുളിപ്പിച്ചതിന് ശേഷമാണ് കറവ.